നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 4.5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ഈ ഒരു വീട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വട്ടിയൂർക്കാവ് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് എടുത്തിട്ടുള്ളത്. 25 വില്ലാസ് വരെ നമുക്ക് ചുറ്റും പണി ചെയ്ത് വരുന്ന ഒരു മനോഹരമായ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ നടുക്കിലുള്ള ഒരു വീടാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ളൊരു മനോഹരമായ വീടാണിത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 12 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി വരുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാത്രം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മനോഹരമായ വീടിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു 10 മിനിറ്റിൻ്റെ ട്രാവൽ മാത്രമേ ഉള്ളൂ. നമുക്ക് റോഡൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റഷില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ് വട്ടിയൂർക്കാവിൻ്റെ റോഡെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിത്. അപ്പോൾ 4.5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ പണിയെല്ലാം ഫുള്ള് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമ്മൊന്ന് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഒരു കോർണറിലായിട്ട് തന്നെ ഗാർഡനിങ് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിണറാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു എലിവേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഒരു എലിവേഷൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സിറ്റൗട്ട് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. 12x7 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ടാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ടൈല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് നമുക്ക് ഈ ഒരു ചുമര് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗെല്ലാം നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പ്ലാവിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു പ്ലാവിൻ തടി ചെയ്ത മനോഹരമായ ഒരു ഫ്രണ്ട് ഡോർ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ നേരെ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഇൻറ്റീരിയർ ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഭാഗം നമുക്കിവിടെ വരുന്നുണ്ട്. വാസ്തുപ്രകാരം തന്നെയാണ് മനോഹരമായ ഒരു വീട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളെല്ലാം പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസാക്കി തീർത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഈ ഒരു TV യൂണിറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തേക്കുന്നത്. 14x14 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതെല്ലാം നമുക്ക് മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനാക്കിയാണ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചുമര് നമുക്ക് മുഴുവനും ലിക്വിഡ് മോളി വാൾപേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചുമരാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നമുക്ക് ലിവിങ് ഏരിയയുമായിട്ട് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന സ്പേസാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസ് 12x12 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള സ്പേസ് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര വലിയ ടേബിളും കാര്യങ്ങളായാലും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇവിടെ ഒരു നല്ല മനോഹരമായ വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മാർട്ട് മിററും അവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ പാനലും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കിയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു കിച്ചൺ വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. 2 സ്ലാബ് നമുക്ക് സ്പേസ് ആയിട്ട് തന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാസ്തുപ്രകാരം തന്നെയാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുക്കിംഗ് ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി ഉൾപ്പെടെ നമുക്ക് ഇൻബിൽഡായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ്, അത് നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസാണ്, നമുക്ക് മാറ്റ് ഫിനിഷ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്പേസിനായിട്ട് മുകളിലും താഴെയുമായിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി നമുക്ക് തീർത്തിട്ടുള്ളത്.
14x12 നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിശാലമേറിയ സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീട് 3 BHK ആണ്, 3 ബെഡ്റൂം വരുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ് സ്പേസ് നമുക്കിവിടെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗിലെ ഈ ഒരു ഡെക്കറേഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വാൾ റൂഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളതും. വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളീ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിലും നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്താണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് ചെയ്ത് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സോടെ ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന മനോഹരമായൊരു ബാത്റൂമാണ് നമ്മുടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുള്ള ഒരു മനോഹരമായ ബെഡ്റൂമാണ്. 12x12 ഡയമെൻഷൻ ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് നമുക്കൊരു വാൾ റൂഫ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് യൂസ് ആക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിങ്ങിലായിട്ട് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് നമുക്ക് യൂസ് ചെയ്താണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4.5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെറും 47 ലക്ഷം രൂപയാണ് നമുക്ക് വരുന്നത്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീട് നമുക്ക് വെറും 47 ലക്ഷമാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ 47 ലക്ഷം രൂപയുടെ നല്ല മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ പ്രൈസ് റേഞ്ചിൻ്റെ നെഗോസിയേഷൻ സംസാരിക്കാനായിട്ടോ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.